സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നല്ലൊരു വഴിയിലാണ് നിങ്ങളുള്ളത്. ഈ വഴി നിങ്ങൾ ഇതിൽ പകരം വേറെ വഴി സ്വീകരിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും. നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളാണ്, കുറച്ച് വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഇത് ഉപേക്ഷിക്കരുത്. ദീൻ താലിബുൽ ഇൽമ് എന്ന വിളി കേട്ടതിന് ശേഷം ആ വിളിക്ക് പകരം മറ്റൊരു പേര് നിനക്ക് വരരുത്. ഒരു കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, അതൊക്കെ നടത്തിക്കോ. പക്ഷെ നിന്റെ ഒന്നാമത്തെ വിളിപ്പേര് താലിബുൽ ഇൽമ് എന്നതാണ്, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി. സുഹരി റഹിമഹുള്ള, അദ്ദേഹമാണെന്റെ ഓർമ്മ, 5000 മറ്റു ആളുകൾ ഇരിക്കുന്ന ഒരു വലിയ സദസ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് എത്ര പേർ പുറത്തു വരുമെന്നാണ് വിചാരിക്കുന്നത്? എത്ര ആൾക്ക്? അദ്ദേഹം പറഞ്ഞു 5 പേർ പുറത്തു വരുമെന്ന് വിചാരിക്കുന്നു. 5 പേർ 5000 ആളുകളിൽ നിന്ന്. ഇവിടെ എത്ര ആൾക്ക്? 5000 ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ സഹോദരങ്ങളെ, പുറത്തു പോകുന്ന ആ ആളുകളിൽ നീ ഉൾപ്പെടരുത്. നീ ബാക്കി നിൽക്കുന്ന ആളുകളിലായിരിക്കണം ഉണ്ടാവും. അതിനോട് ദുആ ചെയ്യുക, സബാത്തിന് വേണ്ടി, അള്ളാഹ് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി, ഇസ്ലാം ദീൻ പഠിക്കുന്നതിന്, അള്ളാഹുവിന്റെ ദീൻ സഹായിക്കുന്നതിന് വേണ്ടി. ദീനെ സേവിക്കുക എന്നത് അള്ളാഹു നിനക്ക് തെരഞ്ഞെടുത്ത് നൽകിയൊരു ഖൈറാണ്. അള്ളാഹ് നിന്നെ തെരഞ്ഞെടുത്താണ്. അതിന്റെ വില നീ മനസ്സിലാക്കുക. ഒരിക്കലും അതിന്റെ വില നീ നിസ്സാരമാക്കരുത്. നാളെ എത്ര വലിയ ദുനിയാവ് നിന്റെ ഒപ്പം പഠിച്ച എളാമാന്റെ മക്കളും, അല്ലെ, ഇപ്പൊ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കുടുംബത്തില്. എളാമാന്റെ മക്കൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു, മറ്റു പല സൗകര്യങ്ങൾ എടുത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോ നീ അവരെക്കാൾ പഠിച്ചിരുന്ന ആളായിരിക്കും. അപ്പൊ ചിലപ്പോ അവരിപ്പോ ഇങ്ങനെ കണ്ടാ പറയും, നീ ഇപ്പൊ എന്താ ഇപ്പൊ ഈ പഠിക്കുന്നത്, എന്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നീ ഒരിക്കലും അതിനു മുന്നിൽ ചൂളിപ്പോകരുത്, ഒരിക്കലും തല താഴ്ത്തരുത്, തല ഉയർത്തി പഠിക്കുക. നീ അള്ളാഹുവിന്റെ ദീനാണ് പഠിക്കുന്നത്. മിക്കവാറും നാളെ നിനക്കൊരു അവസരം വരും, അവർ നിന്റെ അടുത്തേക്ക് ചോദിച്ചു വരേണ്ട സ്ഥിതി ഉണ്ടാകും. കാരണം ദീൻ സഹോദര ജീവിതത്തിൽ കുറച്ചങ്ങ് മുന്നോട്ട് പോകും. ഇപ്പോ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ച് കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോഴാണ് തിന്മകൾ അതിന്റെ പ്രശ്നം ഹൃദയത്തിൽ കാണിച്ചു തുടങ്ങും. അപ്പോഴാണ് ആൾക്കാർ പരിഹാരത്തിന് വേണ്ടി തപ്പുക. അപ്പൊ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് ഇൻഷാ അല്ലാഹ് സാധിക്കും. അതുകൊണ്ട് ദീൻ പഠിക്കുന്നതിൽ പുറകിൽ പോകരുത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമാണ്. അള്ളാഹു നിനക്ക് ഇതിന് തൗഫീഖ് നൽകിയെന്നത് ചെറിയ കാര്യമായി കാണരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനോ ജീവിതത്തിൽ അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ